ബി പി ആരെ കാണാൻ പോയതാ? അല്ല, അപ്പുനെ കാണാൻ പോയതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇവിടേക്ക് വരാൻ തയ്യാറാണെന്ന് ബി പി പറഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ. അപ്പു എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാൻ തയ്യാറാണ്. പക്ഷെ അതിന് താൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഞാൻ കൂടി മനസ്സ് വെക്കണമെന്നോ? ബി പിയുടെ പറച്ചിലേട്ടാ തോന്നുമല്ലോ അപ്പു ഇവിടെ തിരിച്ചു വരുന്നതിൽ ഞാനാണ് പ്രോബ്ലം എന്ന്. എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ പഴയതുപോലെ, ഐ മീൻ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ജീവിക്കുകയാണെന്ന് അപ്പുവിന് ബോധ്യമാവണം. അതവൾ എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പോലെ അപ്പുവിന് തോന്നിയാൽ മതിയോ, അതോ ശരിക്കും അങ്ങനെ ജീവിക്കണോ? ഇതാ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് നമ്മുടെ മാത്രം കാര്യമാണ്. അതൊരിക്കലും അപ്പുവിനെ ബാധിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ മാത്രം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വി പി. അവളെ ബോധിപ്പിക്കാൻ ഒരു നാടകം കളിയാണ് നമ്മൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമുള്ള ആളാണ് അപ്പു. അതുകൊണ്ട് ഇനിയൊരു നാടകം കളിച്ച് അപ്പുവിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വി പിയുടെ വെറും മിഥ്യാധാരണയാണ്. നാടകം കളിക്കാൻ എനിക്കും താല്പര്യമില്ല ഗീത. അപ്പുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഒരുമിച്ച് പഴയതുപോലെ ജീവിക്കാൻ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു. വി പി പറയുന്ന ഏത് കണ്ടീഷനും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ മാത്രം വി പിയുടെ നിലപാട് എന്താണെന്ന് എന്നോടെങ്കിലും വ്യക്തമായിട്ട് പറയണം. അതറിഞ്ഞാലേ എനിക്ക് സമാധാനത്തോടെ ഇവിടെ കഴിയാൻ പറ്റൂ. എന്താ എനിക്ക് അറിയേണ്ടത്? അപ്പുവിനെ ഇവിടെ മടക്കിക്കൊണ്ടുവരുന്നതിലുള്ള വി പിയുടെ അജണ്ട എന്താ? എന്താ അജണ്ട? അപ്പു ജീവിക്കേണ്ടത് നമ്മുടെ ഒപ്പമാണ്. അവൾ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ ഒരു അച്ഛനെന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് ഗീത. അതെൻ്റെ മാത്രം കടമയല്ല, തനിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൻ വഴുതി മാറിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ വഴുതി മാറിയെന്നോ? എങ്ങനെ വി പിക്ക് ഇത് പറയാൻ സാധിക്കുന്നു? അപ്പു ഇങ്ങനെ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ ഞാനല്ല കാരണമെന്ന് വി പിയെ ബോധ്യപ്പെടുത്താൻ ഇനി എൻ്റെ കയ്യിൽ ഒരു തെളിവുകളും ബാക്കിയില്ല. ഞാൻ പറയുന്നത് വി പി എത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയുകയില്ല. പക്ഷെ അപ്പു നമ്മളോട് പിണങ്ങി ഇറങ്ങാൻ വി പി തന്നെയായിരുന്നു കാരണം. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. ഞാൻ തന്നെയാവും അതിന് കാരണക്കാരൻ. പക്ഷെ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വാക്കുകൾ ആത്മാർത്ഥത്തോടെ തന്നെയാണോ? എനിക്കത് വിശ്വസിക്കാമോ? തീർച്ചയായും. പിന്നെ താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അപ്പുവിൻ്റെ മുന്നിൽ നമ്മൾ അവളുടെ പഴയ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് അപ്പുവിനെ റീഡയറക്റ്റ് ചെയ്യാൻ കഴിയൂ. റീഡയറക്റ്റ് ചെയ്യോ? വി പി എന്താ ഉദ്ദേശിക്കുന്നത്? അല്പം മുമ്പ് പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ലല്ലോ ഇപ്പൊ പറയുന്നതിന്. ഗീത, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ബി പി ഇപ്പൊ ഉദ്ദേശിക്കുന്നതും പ്രാവർത്തികമാകാൻ ശ്രമിക്കുന്നതും എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്ത് മനസ്സിലായി? അപ്പു ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് വിടുന്നതിന് മുമ്പ് ബി പി ആഗ്രഹിക്കുന്നത് പോലെ മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടെ ശ്രമിക്കാമെന്ന്, അല്ലേ? ഇല്ല വി പി, അത് നടക്കില്ല. അതിന് വി പി ശ്രമിക്കുന്ന ഓരോ നിമിഷവും ഈ വീട്ടിൽ വീണ്ടും കലാപങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി അതൊക്കെ ആവർത്തിക്കണോ? അതിനെനിക്ക് താല്പര്യമില്ല വി പി. അത്രയ്ക്ക് കണ്ടും കേട്ടും സഹിച്ചു മതിയെ എനിക്ക്. ഇനി അപ്പുവിന്റെ പാട്ടിന് വിട്ടേക്ക്. അപ്പുവിന്റെ കാര്യത്തിൽ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്ക് വേണമെങ്കിൽ യോജിക്കാം, അല്ലെങ്കിൽ വിയോജിക്കാം. പക്ഷെ അതൊന്നും അപ്പുവിന്റെ മുന്നിൽ വെച്ച് വേണ്ട. മനസ്സിലായല്ലോ? അപ്പുവിന്റെ മുന്നിൽ നമ്മൾ പഴയ വി പിയും ഗീതയും തന്നെ ആയിരിക്കണം. ചെക്കപ്പിന് ഞാനോ അശ്വതി കൂടെ വരണോ ജോബിൻ? വേണ്ടങ്ങളെ, അതിന്റെ കാര്യമൊന്നുമില്ല.
ഫസ്റ്റ് അപ്പോയിൻമെന്റ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അധികം ഡിലേ ഉണ്ടാവില്ല. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോരാൻ പറ്റുമെന്നാ സ്റ്റെല്ല മാഡം പറഞ്ഞത്. ചെക്കപ്പ് കഴിഞ്ഞ് മാളു അവിടേക്ക് വരുന്ന കാര്യം വല്ലതും പറഞ്ഞോ ജോബിൻ? ഇല്ല, ഒന്നും സംസാരിച്ചില്ല. മാളുവിന്റെ താല്പര്യം എങ്ങനെയാണെന്ന് നോക്കട്ടെ. അത് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല ആൻറ്റി. മാളുവിന്റെ ഇഷ്ടം അത്രേ ഞാൻ നോക്കുന്നുള്ളൂ. ഒരു കണക്കിന് മാളു ഇവിടെ നിന്നുകൊണ്ട് ഗുണമുണ്ടായി ജോബിൻ. അപ്പു ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെന്നാ അവള് പറയുന്നേ. ആ അക്കാര്യം എന്നോടും പറഞ്ഞിരുന്നു അങ്കിൾ. ഏതായാലും മാളു എടുത്ത എഫേർട്ടിന് ഗുണം ഉണ്ടായല്ലോ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വന്നാലും BP ഏട്ടന്റെ കാര്യത്തില് ഒരു ക്ലാരിറ്റി കുറവ് അപ്പുവിനുണ്ട്. അതിനുവേണ്ടിയാ അപ്പു വെയിറ്റ് ചെയ്യുന്നെന്നാ മാളു പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ അക്കാര്യത്തിൽ കൂടി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് അപ്പു വരുന്നാവും നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. മമ്മിയുടെ അഭിപ്രായം അതാ. അല്ലെങ്കിൽ നന്ദൻ സാറിനെ കണ്ടിട്ട് എന്തായി? ഓ, ജോബിനോടത് ഞാൻ നേരിട്ട് പറയാതിരിക്കായിരുന്നു. തന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നാ നന്ദന്റെ നിലപാട്. അതുമാത്രമല്ല, എന്നെയും ടീച്ചറേയും വന്ന് കണ്ട സ്ഥിതിക്ക് പ്രതിഭാഗം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലെങ്കിൽ നന്ദൻ സാറിന്റെ നിലപാട് അതായിരിക്കും. എന്നാലും അയാള് ഭീഷണിപ്പെടുത്തുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാ അതിന്റെ നഷ്ടം നമുക്കല്ലേ ജോബിൻ? എനിക്കും ടീച്ചറിനും ഒക്കെ അത് ആലോചിച്ചിട്ട ടെൻഷൻ. ഒന്നുമില്ല ആൻറ്റി, അങ്ങനെ പേടിച്ച ഒളിക്കാൻ കാട് കാണില്ല. നിങ്ങൾ സമാധാനായിട്ടിരിക്കെ. മമ്മിയെ കണ്ട് സംസാരിച്ചിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നറിയുമ്പോൾ അവരെന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാ. നന്ദൻ സാറ് പറഞ്ഞതുപോലെ ഒരു പുതിയ കേസ് കൂടി ഫയൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി അവർക്ക് തന്നെ വിനയായിട്ട് വരും. അതുകൊണ്ട് ഉടനെയൊന്നും ഒരു പ്രത്യാക്രമണം ഈ പറഞ്ഞ ഫിലിപ്പോസിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. എന്നാ നമുക്ക് ഇറങ്ങാം ഡോക്ടറെ. റെക്കോർഡ്സ് എല്ലാം എടുത്തോ? ആ, അതത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, മുത്തശ്ശി എവിടെ? കണ്ടില്ലല്ലോ. അമ്മ രാവിലെ അമ്പലത്തിലേക്ക് പോയി. എത്താൻ ഇനി സമയമെടുക്കും. അതുവരെ നിങ്ങൾ കാക്കണം എന്നില്ല. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് അല്ലേ, നേരത്തെ പോവാൻ നോക്ക്. ശരി അങ്കിൾ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ആ ജോബിൻ, എന്താ അങ്കിൾ? യാത്രയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ. എന്താ അങ്കിൾ, അങ്കിൾ ഇങ്ങനെ പേടിച്ചാലോ? ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്കിൾ ധൈര്യമായിട്ടിരിക്കുക. ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടനെ ഞാൻ വിളിക്കാം. ആ ചെല്ല. ആഹാ, പണിക്കർ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണോ? അതെ അതെ. വ്യായാമമൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, മുറ പോലെയൊന്നുമില്ല. ഇടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ച് ദൂരം നടക്കും. ഇവിടെ എത്തിയപ്പോ ഞാൻ ഇന്ദിരാമയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇന്ദിരാമ പതിവ് ക്ഷേത്ര ദർശനം മുടക്കാറില്ലല്ലോ. എന്റെ പൊന്നു പണിക്കരെ, നിത്യവും വന്ന് ഭഗവാനെ തൊഴുന്നതിന്റെ ബലം മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ അന്നവും ആരോഗ്യവും മുട്ടാതെ കാക്കുന്നുണ്ട്. വയസ്സുകാലത്ത് നമുക്ക് അത്രയൊക്കെ അല്ലേ വേണ്ടൂ. അത് തന്നെ ഒരു മഹാഭാഗ്യല്ലേ ഇന്ദിരാമേ. മനുഷ്യരൊരു ആയുസ് മുഴുവൻ കഷ്ടപ്പെടുന്നത് വയസ്സുകാലത്ത് അല്പം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനല്ലേ. പിന്നെ എന്തൊക്കെയാ പണിക്കരെ അപ്പുവിന്റെ വിശേഷങ്ങള്? പണിക്കരിടയ്ക്ക് പോയി അവളെ കാണുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ നമ്മുടെ കൊച്ചിടയ്ക്ക് വീട്ടിൽ പറയാറുണ്ട്. അപ്പുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആ, ഇനിയിപ്പൊ അതൊക്കെയാ നല്ലത് പണിക്കരെ. എത്രയെന്ന് കരുതിയാ ഉപദേശിച്ചും ശാസിച്ചും ഭീഷണിപ്പെടുത്തിയും താൻ പാട്ടിന് നിർത്താൻ നോക്കുന്നത്? തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്നല്ലേ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. അപ്പുവിന്റെ കാര്യത്തിൽ ഇനി അതേ രക്ഷയുള്ളെന്ന് തോന്നുന്നു, അല്ലേ പണിക്കരെ? അല്ല, പണിക്കരോട് അവക്ക് പിണക്കമൊന്നും ഇല്ലല്ലോ? ഏയ്, അങ്ങനെ പിണക്കൊന്നൊന്നും പറയാനില്ല ഇന്ദിരാമേ. പിന്നെ അവൾക്കുണ്ടായിരുന്നൊരു അകൽച്ച, അത് മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ആ, വേണം വേണം. വീട്ടിൽ വന്നാലും രമ്യതപ്പെട്ട് പോകണ്ടായോ രണ്ടുപേരും? അതുകൊണ്ട് ഉള്ളിക്കിടക്കുന്ന കരടൊക്കെ
തമ്മി തമ്മി പറഞ്ഞു തീർക്കുന്നതാ നല്ലത്. എന്നാ പിന്നെ ഇന്ദിരാമ നടന്നോ, ഞാൻ ഈ വഴിക്കാ. ആ പണിക്കരെ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ ഇന്ദിരാമേ? പണിക്കർ ഇപ്പൊ ജോലിക്ക് പോകാത്തത് കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വലിയ പരിങ്ങല്ലല്ലയോ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്താ ഇന്ദിരാമ അങ്ങനെ ചോദിക്കാൻ മാത്രം? ഏയ് ഒന്നുമില്ല. പണിക്കർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് ഗീത പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങുന്നെന്നോ അതിനെന്തോ കുറച്ച് കാശ് മുടക്കാവൂന്നോ ഒക്കെ കൊച്ചു വീട്ടിൽ പറയുന്ന കേട്ടു. അതിപ്പോ വീട്ടിലെ അവസ്ഥ പരിങ്ങലായിട്ടൊന്നും അല്ല ഇന്ദിരാമ. ഗീത ഫ്രീ ആയിട്ടിരിക്കല്ലേ, വെറുതെ ഇരുന്ന് മുഷിയണ്ടെന്ന് കരുതി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓ, എന്നിട്ടാണോ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ സഹായം ചോദിച്ച് ഗീത വീട്ടിൽ വന്നത്? ഇന്ദിരാമയോട് ആര് പറഞ്ഞു? എന്റെ പണിക്കരെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം പിന്നെ ഞാൻ അറിയത്തില്ലയോ? ഗീതയ്ക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ കാശ് കൊടുത്ത് സഹായിച്ചത് ആരാണെന്നാ പണിക്കരുടെ വിചാരം? അശ്വതി മുരളിയും കൂടാ. അശ്വതി മുരളി കാശ് കൊടുത്ത് സഹായിച്ചെന്നോ? ഛേ, ഇന്ദിരാമ എന്തൊക്കെയായി പറയുന്നത്? അതെന്താ, പണിക്കരോട് ഭാര്യ ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ, ബ്യൂട്ടി പാർലർ തുടങ്ങാനേ 1 2 അല്ല, രൂപ 5 ലക്ഷമാ എന്റെ മോളും മരുമോനും കൂടെ അങ്ങ് സഹായിച്ചത്. ആ തുകയുടെ ഒരു ചെക്ക് കൈമാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്. അല്ല, ഗീത എന്താ അത് പണിക്കരോട് പറയാതിരുന്നത്? ചിലപ്പം മറന്നതാവും. ഓ, എന്നാലും ഇത്രയും പ്രധാനപ്പെട്ട കാര്യമൊക്കെ അങ്ങനെ അങ്ങ് മറന്നു പോകാവോ? നേരം വെളുത്താ ഇരുട്ടുന്നവരെ മുഖാമുഖം നോക്കിയിരിക്കുന്നവരല്ലേ നിങ്ങള്? ആ, ചിലപ്പോ പണിക്കര് പറഞ്ഞതുപോലെ ഗീത മറന്നുപോയതാവും. അല്ലെങ്കിൽ പണിക്കരോട് പറയാതിരിക്കേണ്ട കാര്യം എന്താ, അല്ലേ? ആ, എന്തായാലും തുടങ്ങുന്ന കാര്യം മംഗളാവട്ടെ. എന്ന് ഞാൻ പോട്ടെ പണിക്കരെ. ശരി. അശ്വതി. ആ, എന്താ അമ്മേ? അമ്മ എന്താ ലേറ്റ് ആയത്? ആ, അത് പറയാം. മുരളി പോയോ? മുരളിയേട്ടൻ കുറച്ചു മുമ്പേ ഇറങ്ങി. എന്താ ചോദിച്ചേ? ഇന്നൊരു സംഭവം ഉണ്ടായി അശ്വതി. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ പണിക്കരെ വഴി വെച്ച് കണ്ടു. ആഹാ, അത്രേ ഉള്ളോ? അമ്മയുടെ ആവേശം കണ്ടപ്പോ ഞാൻ കരുതി വേറെന്തോ കാര്യമാണെന്ന്. എന്നിട്ട് വിപിയേട്ടൻ എന്ത് പറഞ്ഞു? നീ ഇങ്ങനെ നിസ്സാരപ്പെടുത്തി കളയാൻ വരട്ടെ. ഞാൻ പറയുന്നത് മുഴുവനും നീ ഒന്ന് കേക്ക്. അമ്മ പറയാ. അതെ, ഞാൻ സംശയിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ. പുറമേ നമ്മുടെ മുന്നിൽ 2 ആളും രമ്യത നടിച്ച് ജീവിക്കുന്നേ ഉള്ളൂ. വീട്ടിലെ 2 പേരും കീരിയും പാമ്പും ആണെന്നാ തോന്നുന്നത്. അമ്മ ആരുടെ കാര്യം പറയുന്നേ? നീ എന്തോന്നാ അശ്വതി പൊട്ടം പൂരം കാണുന്ന പോലെ നിൽക്കുന്നത്? ഞാൻ പണിക്കരുടെയും ഗീതയുടെയും കാര്യമാ പറയുന്നത്. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ? കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ഞാൻ ഗീത ബ്യൂട്ടി പാർലർ തുടങ്ങുന്ന കാര്യത്തെപ്പറ്റി പണിക്കരോട് ചോദിച്ചു. അയാൾക്ക് അതേപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അത് വിപിയേട്ടൻ അമ്മയോട് പറയാഞ്ഞതാവും. ഗീതേച്ചി പാർലർ തുടങ്ങുന്നതിനെ പറ്റി ചേട്ടനോട് പറഞ്ഞു എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. അതാ പറഞ്ഞത്, ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന്. തട്ടിപ്പോ? എന്ത് തട്ടിപ്പ്? ദേ അമ്മേ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിട്ട് ചുമ്മാ ദൈവദോഷം പറഞ്ഞുണ്ടാക്കല്ലേ. എന്റെ കൊച്ച, ഞാൻ എന്തിനാ ദൈവദോഷം പറഞ്ഞുണ്ടാക്കുന്നത്? ദേ, ഗീതയ്ക്ക് നീയും നിന്റെ കെട്ടിയോനും കൂടെ കാശ് കൊടുത്ത് സഹായിച്ച കാര്യം ആ പണിക്കർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന്. അയ്യോ, അമ്മ അത് വിപിയേട്ടനോട് പറഞ്ഞോ? പറയാതെ പിന്നെ. അങ്ങനെ ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ പണിക്കരും കൂടി അറിഞ്ഞതുകൊണ്ട് എന്താ തെറ്റ്? ഞാനത് പറഞ്ഞപ്പോ പണിക്കരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. വിളറി വെളുത്ത് കടലാസ് കഷ്ണം പോലെയായി. നമ്മൾ സഹായിച്ച കാര്യം തൽക്കാലം വിപിയേട്ടൻ അറിയണ്ടെന്ന് മുരളിയേട്ടൻ തന്നെ ഗീതേച്ചിയോട് പറഞ്ഞത്. അതുകൊണ്ടാവും പാവം അത് പറയാതിരുന്നത്. ഷേ, അമ്മ എന്തിനാ അതോടനെ പോയി വിപിയേട്ടനോട് പറയാൻ പോയത്? അതുകൊള്ളാം. പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്തോന്നാ സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ നേരുകൊണ്ടാ ഇന്ന് പണിക്കരെ വഴി വെച്ച് കണ്ടുമുട്ടാൻ പറ്റിയത്. നീ ഈ പറയുന്നത് പോലൊന്നും അല്ല അശ്വതി കാര്യങ്ങള്. 1 2 രൂപയല്ല, 5 ലക്ഷം രൂപയാ ഒരു ചെക്ക് കടലാസിൽ നിങ്ങൾ അവരുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തത്. നീ നിന്റെ മോളും അനുഭവിക്കേണ്ട കാശല്ലേ അത്? അത് ഗീതേച്ചി തന്നെ തിരിച്ചു വന്നോളാന്ന് പറഞ്ഞതല്ലേ അമ്മേ? അത് പാർലർ നടത്തി ലാഭം കിട്ടുമ്പോഴുള്ള കാര്യല്ലേ. ഇനി അവരുടെ കാലക്കേട് കൊണ്ട് അത് ലാഭം ആയില്ലെങ്കിലോ?
ദേ നാട്ടില് കൂണുപോലെ ആ ബ്യൂട്ടി പാർലർ. അതിനിടയിൽ ഇനി പിടിച്ചു നിൽക്കാൻ ഗീതയ്ക്ക് പറ്റുമെന്ന് എന്താ ഉറപ്പ്? എങ്ങാനും നഷ്ടം വന്ന് പൂട്ടേണ്ടി വന്നാ നിങ്ങൾ കൊടുത്ത കാശ് കടലിൽ കായം കലക്കിയതുപോലെ ആവില്ലേ? അമ്മ ഇനി അത് നഷ്ടമാവാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കണ്ട. ഞാൻ നശിക്കാനും പറയുന്നില്ല, നന്നാവാനും പറയുന്നില്ല. പച്ച പിടിച്ച അതിന്റെ നേട്ടം അവർക്ക് തന്നല്ലേ. എന്തായാലും നമ്മൾ കൊടുത്ത കാശ് തിരിച്ച് അതുപോലെ നമ്മുടെ പെട്ടി വീഴണം. എനിക്കത്രേ ഉള്ളൂ. അതുകൊണ്ടാ പണിക്കരെ കണ്ടപ്പോ ഞാൻ ഒരു മുഴം നീട്ടി എറിഞ്ഞത്. മനസ്സിലായോ? ഷോ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഗീതേച്ചിയും വിപേട്ടും കൂടെ വഴക്കാവാതിരുന്നാ മതിയായിരുന്നു.